മൈക്കിളാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ മൈക്കിൾ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാറേ നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത് സാറേ, നമ്മുടെ മുഖ്യമന്ത്രി ഈ ഇതിനെക്കുറിച്ചൊരു വ്യക്തത നമ്മുടെ കേരള ജനതയുടെ മുന്നിൽ വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തത വരുത്തണം. ഇത് അവിടെ ഇവിടെയും ഈ കിടന്നുകൊണ്ട് ഓടിയിട്ട് പുള്ളി പറയുന്നത്, ഇന്നിപ്പോ പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ട് കഴിഞ്ഞാല് 3 അംഗ കമ്മീഷനെയൊക്കെ വെക്കാൻ പോകാന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ അത് പോരാ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം പുള്ളി ഈ കേരളം മുഴുവൻ നടന്ന് സംസാരിച്ചത് അറിയാതെയാണ്. ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ല. പാവം ഒന്നും അറിയാത്ത പോലെയാണ് ഇപ്പം ഈ രാവിലത്തെ പത്രസമ്മേളനമൊക്കെ കേട്ടപ്പോൾ തോന്നുന്നത്. അത് പോരാ. കൃത്യത എല്ലാം അറിയാം. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പം പുള്ളിക്ക് ഒരു കാര്യം, കേന്ദ്ര ഫണ്ട് മേടിച്ചെടുക്കണം. പിന്നെ കേന്ദ്രത്തിന് എനിക്ക് തോന്നുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയോട് നല്ല താല്പര്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. അവർക്ക് 2 പേരോട് മാത്രമേ ഉള്ളൂ എതിർപ്പ്. ഈ BJPക്ക് 2 പേരെ മാത്രം വേണ്ട. ഒന്ന് സോണിയാഗാന്ധി, ഒന്ന് രാഹുൽ ഗാന്ധി. ബാക്കിയല്ല കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അവർക്ക് ആവശ്യമാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ നിലപാട് കണ്ടിട്ട് തോന്നുന്നത്. അത് വ്യക്തത വരുത്തണം. എന്ന് വെച്ചാൽ ഇതിനധികം താമസമോ ദിവസമോ ഒന്നും വേണ്ട. കാരണം ഇത് 1 വർഷമായിട്ട് പഠിക്കുന്നതാ. എനിക്ക് തോന്നുന്ന ഭരണപക്ഷം പഠിച്ചതിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഈ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പഠിച്ചതാ. ഇത് ഇപ്പൊ വന്നിട്ട് പറയാം ഇനിയും പഠിക്കാൻ പോവാണ്. ഇത് ഇരട്ടത്താപ്പാണ്. കേരളത്തോട്ട് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജു ആണ് കൊല്ലത്ത്. ശ്രീ രാജു, താങ്കൾക്ക് ഇതിലെന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, നമ്മളെ മുഖ്യമന്ത്രി 5-10 വർഷമായിട്ട് പഠിക്കുന്നതായത് മൊത്തം പഠിച്ചിട്ട് ഇപ്പം എനിക്കൊന്നും അറിഞ്ഞൂടെ നാമധാരാണ് ഞാൻ 3 പേരെ വെച്ച് അതനുസരിച്ച് നമ്മള് പിന്നെ നടത്തുമെന്നൊക്കെ പറയുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ കളിപ്പിക്കാനാണ്, ഈ പാവപ്പെട്ട പിള്ളേരെ കളിപ്പിക്കാനാണ്. അത് പാടില്ല. അഥവാ CPM-കാർ ഒപ്പിട്ടു, CPI-കാർക്ക് ഇഷ്ടമല്ല, അവരത് നിർത്തി വെച്ചെന്ന് പറഞ്ഞു. സംഭവം CPM-മാരും പഠിച്ചിട്ടല്ലേ ഒപ്പിട്ടത്. അപ്പൊ അതിനകത്ത് വേണ്ടാത്ത പരിപാടികളൊക്കെ വിട്ടിട്ട് ഇവര് അതിനായിട്ട് മുമ്പോട്ട് പോയി കൊച്ചുങ്ങൾക്ക് പൈസ മേടിച്ചു കൊടുത്ത് അവരെ ഫുഡും സ്കൂളും ഒക്കെ വൃത്തിയാക്കുക. അതാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിം ലീഗ് ഒരു അഭിപ്രായം പറയുക, കോൺഗ്രസ്സുകാർ വേറെ അഭിപ്രായം പറയുക, അതൊക്കെ എന്തിനാ? എന്റെ ആവശ്യമില്ല. ഒരു കാര്യം പറയുക, 2 പേരോട് ആലോചിച്ചൊരു തീരുമാനം പറയാൻ ഞങ്ങൾ മുമ്പോട്ട് പോവുക. എതിർക്കേണ്ടവർ എതിർത്തോ. ഇത് പറഞ്ഞാൽ അവര് പോണം മുമ്പോട്ട്. പൈസ കിട്ടുന്നില്ല. ഇത്രയും പൈസയൊക്കെ വേണ്ടെന്നത് ഒന്നാമത് സാമ്പത്തികം ഇല്ല. ഇവിടെ സൗജന്യം കൊടുത്തത് എല്ലാവർക്കും കിട്ടുന്നില്ല. കുറെ ജില്ലകൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ശ്രീ രാജനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ സർക്കാർ നൽകുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ അവരും PMCയുമായി മുന്നോട്ട് പോകുക തന്നെയാണ്. ചില സാങ്കേതിക ന്യായങ്ങളാണ് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നത്. അതിനപ്പുറം ഇതിനെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇതിലിപ്പോ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുകയാണെങ്കിൽ ഞാനൊരു CPM അനുഭവിക്കുകയാണ്. ഞാനത് പറയുമ്പോ ഇത്തിരി കടുത്ത് പറഞ്ഞ പോലെയാവും. ഞാൻ അങ്ങനെയൊന്നും പോകുന്നില്ല. ശരിക്കും പറയാനുള്ളത്, പിണറായി വിജയൻ, അതായത് ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയതാണെന്ന് സതീശൻ പറഞ്ഞത് വളരെ മോശമായുള്ള കാര്യമാണ്. എന്താ, ഇടതുപക്ഷം തീരുമാനിച്ച കാര്യങ്ങളൊക്കെ ഒരു നടപ്പിലാക്കുമോ? അപ്പൊ പറ്റില്ല. അത് നമ്മുടെ കേരളത്തിന് ദോഷമാണെന്നുള്ള അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ക്യാൻസൽ ചെയ്തൂടെ? മഞ്ഞക്കുറ്റി സംഗതിയൊക്കെ വലിച്ചെറിഞ്ഞതുപോലെ അല്ലെ? ഈ പദ്ധതി നടപ്പാക്കുമ്പോ സാധാരണക്കാർക്ക് സംഭവിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അത്ര തന്നെ. ഇതിലൊരു കാര്യം പറയാനുള്ളത്, നല്ല കാര്യങ്ങൾ നടത്തുമ്പോ അത് UDF-നും, തെറ്റായ നടപടി എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ അത് LDF-നുള്ള കുറ്റവും, അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. നല്ല കാര്യങ്ങൾ നടത്തിയാൽ അത് കോൺഗ്രസ് ആയിക്കോട്ടെ, അല്ല സതീശനായിക്കോട്ടെ, അത് നല്ലതെന്ന് പറയണം. അത് പിണറായി നടത്തിയാൽ നല്ലതെന്ന് പറയണം. അത്രയാണ് നമുക്കിതിൽ പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഏതായാലും ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉണ്ടായത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുകയും ഭരണപക്ഷത്തെത്തിയപ്പോൾ ആ നിലപാട് മാറ്റുകയും ചെയ്തു എന്ന ചോദ്യം പ്രധാനമായും ഏറ്റവും ശക്തമായി അന്ന് എതിർപ്പ് ഉന്നയിച്ചത് മുസ്ലിം ലീഗാണ്. ലീഗിൻ്റെ മന്ത്രി തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലയിലുള്ളത്. അപ്പോൾ ലീഗ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള ചോദ്യം ഉന്നയിച്ചവർ, അങ്ങനെയല്ല കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വാങ്ങാൻ വേണ്ടി അതൊക്കെ ഒപ്പിടണം എന്ന് പറഞ്ഞവരും, വിദ്യാഭ്യാസത്തിൽ അങ്ങനെ കേന്ദ്രത്തിന് വേറെ ഏതെങ്കിലും തരത്തിൽ നയമില്ല എന്ന് പറഞ്ഞവരും, അത്തരം നയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഫണ്ട് വാങ്ങണം എന്ന് പറഞ്ഞവർ, അങ്ങനെ വളരെ വ്യത്യസ്തമായ പ്രായോഗികവും അല്ലാത്തതുമൊക്കെയായ നിരവധി അഭിപ്രായങ്ങൾ നിറഞ്ഞതായിരുന്നു നമ്മുടെ പൊതുവേദിയിലെ പ്രതികരണങ്ങൾ. എന്തായാലും നാളെയും ഇതേ സമയം മറ്റു വിഷയവുമായി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.